ഹലോ ഫ്രണ്ട്സ്, നെക്സ്റ്റെക്സ് അക്കാദമിയുടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് ഡിസിഷൻസ് ക്ലാസ് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് ഡിസിഷൻസ് ക്ലാസ് റൂമിൽ, അതായത് QT ക്ലാസ് റൂമിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ടെസ്റ്റാണ്. എന്താണ് ടെസ്റ്റിന്റെ പേര്? Chi-square ടെസ്റ്റ്. Chi-square ടെസ്റ്റിന്റെ പാർട്ട് 1 ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ Chi-square ടെസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ്. റിസർച്ച് മെത്തഡോളജിയൊക്കെ പഠിക്കുന്നവർക്ക് അത്യാവശ്യമായിട്ടുള്ള, അതായത് റിസർച്ച് ചെയ്യുന്നവർക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ടെസ്റ്റാണ് Chi-square ടെസ്റ്റ്. ഇത് കണ്ണൂർ കാലിക്കറ്റ്, കേരള MG യൂണിവേഴ്സിറ്റികളുടെ BBA, BCom, MBA, MCom സിലബസ് അനുസരിച്ചുള്ള ഒരു ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് Chi-square ടെസ്റ്റ് എന്ന ടെസ്റ്റ് പഠിക്കുന്നതിന് വേണ്ടി നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ Chi-square ടെസ്റ്റ് നമ്മൾ പറയുന്നത് Chi-square ടെസ്റ്റ് എന്നാണ്. എഴുതുന്നത് സ്പെല്ലിംഗ് നോക്കിയേ, CHI, Chi-square ടെസ്റ്റ്. CHI എന്നാണ് എഴുതുന്നത്, വായിക്കുന്നത് Chi എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ Chi-square ടെസ്റ്റ് ആരാണ്? ഇതാരാണ് വന്നിരിക്കുന്നത്? Chi-square ടെസ്റ്റ് ഡെവലപ്പ് ചെയ്ത ആളാണ് അല്ലേ? ആരാണ് ഈ Chi-square ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത്? ഇവിടെ നമുക്ക് ഒരാളുടെ പടം കാണാൻ പറ്റുന്നില്ലേ? ഇയാളാണ് Chi-square ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്കറിയാമോ? അറിയില്ല എന്ന് പറയാറായിട്ടില്ല. നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മാറ്റർ, ഒരു സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഇയാളുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾ കോറിലേഷൻ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. കോറിലേഷൻ, ആരുടെ കോറിലേഷൻ ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ആരാണ് കോറിലേഷൻ ഡെവലപ്പ് ചെയ്തത്? കോറിലേഷന്റെ ഇക്വേഷൻ, കോറിലേഷൻ പലരും പല രീതിയിൽ ഫോർമുല ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രശസ്തമായ കോറിലേഷന്റെ ഫോർമുല ആരുടേതാണ്? നിങ്ങൾ പറഞ്ഞോളൂ. ശരിയാണ്, യെസ്, കാൾ പിയേഴ്സൺ. ഇതേ കാൾ പിയേഴ്സൺ തന്നെയാണ് Chi-square ടെസ്റ്റും കണ്ടുപിടിച്ചത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് അതിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. Chi-square test. Chi-square test is a non-parametric test in statistical work developed by Professor Carl Pearson in 1900. Chi-square test. So, Chi-square is a test. It's a non-parametric test. അപ്പോൾ അതിൽ പാരാമീറ്റേഴ്സ് ഇല്ല എന്നതുകൊണ്ട് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്, Chi-square ടെസ്റ്റിനെ. ക്ലിയർ ആണ്? ഇനി ഇത് ഡെവലപ്പ് ചെയ്തത് 1900-ലാണ്. ആര്? ബൈ പ്രൊഫസർ കാൾ പിയേഴ്സൺ. Chi-square ഈസ് റെപ്രസെന്റഡ് ബൈ ദ സിംബൽ ഇങ്ങനെയാണ്. ആദ്യം ഇവിടെ ഒരു വര, സ്ട്രെയിറ്റ് വരയാണ്, സ്ട്രെയിറ്റ് ആയിട്ട് വരിക. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കൊളത്തി വെച്ചതുപോലെ ഇവിടെയും ഒരു കൊളത്തി വെച്ചത്. അതായത് എക്സിന്റെ ഈ ഒരു ലൈനിന് താഴെയും മുകളിലും ചെറിയൊരു കുളത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. X² എന്നല്ല എഴുതേണ്ടത്, ഈ ഒരു പ്രത്യേക രീതിയിലാണ് Chi-square. ഈ ലൈന് കറക്റ്റ് ആയിട്ട് തന്നെ ഫുള്ളാണ്, അപ്പുറം ഇപ്പുറം കുളത്തൊന്നും ഇതിനില്ല. അപ്പോൾ Chi-square, ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഇൻ വിച്ച് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫോളോസ് എ Chi-square ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് Chi-square ടെസ്റ്റ്. അപ്പോൾ Chi-square ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ആ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഒരു ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ അതിനെ, ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിനെയാണ് നമ്മൾ Chi-square ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ Chi-square ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്നൊക്കെ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. Chi-square quantity is used as a test statistic for testing the significance of difference between the observed and theoretical frequencies. അപ്പോൾ Chi-square quantity എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതൊരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫോർ ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഒബ്സർവ്ഡ് ആൻഡ് തിയററ്റിക്കൽ ഫ്രീക്വൻസീസ്. അതായത് രണ്ട് ഫ്രീക്വൻസികൾ തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് Chi-square ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത് വഴി. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഈ ചെക്ക് ചെയ്യുന്ന? രണ്ട് ഫ്രീക്വൻസി ഉണ്ടെന്ന് പറഞ്ഞു.
ഏതൊക്കെയാണ് ഈ രണ്ട് ഫ്രീക്വൻസീസ്? ഒന്ന് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ്, ഒന്ന് തിയററ്റിക്കൽ ഫ്രീക്വൻസിയാണ്. ഒബ്സർവ്ഡും തിയററ്റിക്കലും. ക്ലിയർ ആണല്ലോ? ആണ്. അപ്പോൾ chi-square quantity follows a distribution known as chi-square distribution. chi-square quantity follows a distribution. എന്താണ് അതിന്റെ പേര്? known as chi-square distribution. അപ്പോൾ chi-square quantity ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അത് സാധാരണഗതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ പോലെയല്ല. അതായത് നമുക്കറിയാവുന്ന ഡിസ്ട്രിബ്യൂഷൻസ് ഏതൊക്കെയാണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെയുണ്ട്. അപ്പോൾ chi-square ക്വാണ്ടിറ്റി ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ഏതാണോ ആ ഡിസ്ട്രിബ്യൂഷനെയാണ് chi-square ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ chi-square ടെസ്റ്റ്. വാട്ട് ഈസ് chi-square ടെസ്റ്റ്? എന്താണ് chi-square ടെസ്റ്റ്? chi-square ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a chi-square test is a hypothesis testing method. Two common chi-square tests involve checking if observed frequencies in one or more categories match expected frequencies. About two common chi-square tests involve checking if observed frequencies in one or more categories match the expected frequencies. അതായത് ഒന്നോ രണ്ടോ കാറ്റഗറിയിലുള്ള ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് അത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ chi-square ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈസ് എ chi-square ടെസ്റ്റ് ദ സെയിം ആസ് chi-square ടെസ്റ്റ്? അതായത് ഈ chi എന്ന് എഴുതിയിരിക്കുന്ന ഈ സ്ക്വയർ ടെസ്റ്റും ഇതും സെയിം ആണോ? ഇങ്ങനെ എഴുതിയാലും സെയിം തന്നെയാണോ? അറിയണോ അല്ലേ? യെസ്, chi ഈസ് ദ ഗ്രീക്ക് സിമ്പൽ chi. ഗ്രീക്ക് സിമ്പൽ ആണ് ഈ chi എന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ 22nd ലെറ്റർ ഓഫ് ഗ്രീക്ക് ആൽഫബറ്റ്. അപ്പോൾ എന്താണ് ഈ chi എന്ന് നിങ്ങൾക്ക് കുറേ സമയമായിട്ടൊരു സംശയം വന്നിട്ടുണ്ടാവും അല്ലേ? ഇത് എന്തുകൊണ്ടാണ് ഇതിനെ chi എന്ന് പറയുന്നത് എന്നൊക്കെ. ഇത് ഗ്രീക്ക് ആൽഫബറ്റിലെ 22ാമത്തെ ലെറ്റർ ആണ്, അക്ഷരമാണ്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, chi-square ടെസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. There are situations when it is not possible to make any assumption about the distribution of the population from which samples are drawn. അതായത് ചില സാഹചര്യം ഉണ്ടാവും. It is not possible to make any assumption about the distribution of the population from which samples are drawn. നമ്മൾ പോപ്പുലേഷനിൽ നിന്നാണ് സാമ്പിൾ എടുക്കുക. പക്ഷേ അവിടെ ഒരു സാധ്യത ഉണ്ടാവില്ല അസ്യൂം ചെയ്യാൻ അത് ഏത് ടൈപ്പ് ഓഫ് പോപ്പുലേഷനിൽ നിന്നാണ് ഈ സാമ്പിൾ എടുത്തിട്ടുള്ളത് എന്ന്. ഈ സാമ്പിൾസ് എല്ലാം എടുത്തിട്ടുള്ളത് ഏത് പോപ്പുലേഷനിൽ നിന്നാണ്, ഏത് ടൈപ്പ് ഓഫ് പോപ്പുലേഷനിൽ നിന്നാണ്. അങ്ങനെ തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന, അസ്യൂം ചെയ്യാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്, അല്ലെങ്കിൽ ഇൻ സച്ച് സിറ്റുവേഷൻസ് വി ഫോളോ ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് വിച്ച് ആർ നോൺ ആസ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അതായത് നമ്മൾ എന്താണ് ഈ പാരാമെട്രിക് ടെസ്റ്റ്? പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ്, ഏതിൽ നിന്ന് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് അതിനെ പാരാമീറ്റർ എന്ന് പറയുന്നത്? പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ, അതിനെയാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ പാരാമീറ്റർ എന്നാണ് പറയുക. ഓക്കെ, സാമ്പിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂവിനെ നമ്മൾ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഓർക്കാൻ വളരെ എളുപ്പമാണ്. പോപ്പുലേഷൻ, പാരാമീറ്റർ, സാമ്പിൾ, സ്റ്റാറ്റിസ്റ്റിക്. അതിന്റെ രണ്ടിന്റെയും ആദ്യത്തെ ലെറ്റർ പിയും എസും തന്നെയാണ് അല്ലേ? ഓക്കെ, സോ ഇതൊരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. പോപ്പുലേഷൻ ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന്റെ പാരാമീറ്റേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പാരാമീറ്റേഴ്സ് അറിയാത്തതുകൊണ്ട് നമുക്ക് ഇതിനെ, ഈ ടെസ്റ്റിനെ നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്നാണ് പറയുക. അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, ഏത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിനെ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ് എന്നും പറയും. ക്ലിയർ? chi-square ടെസ്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ഒരുപാട് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളുണ്ട്, അതിലൊന്ന് മാത്രമാണ് chi-square ടെസ്റ്റ്. chi-square test is one of the simplest and most widely used non-parametric tests in statistical work. ഒരുപാട് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഉണ്ട്. അതിൽ
ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഈ കൈ സ്ക്വയർ ടെസ്റ്റ് ആണ്. ദിസ് ടെസ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ പ്രൊഫസർ കാൾ പിയേഴ്സൺ ഇൻ 1900. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. The quantity chi-square describes the magnitude of the difference between observed frequencies and the frequencies expected under certain assumptions. Chi-square value ranges from 0 to infinity. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? Chi-square describes the magnitude of the difference between observed frequencies and the frequencies expected under certain assumptions. അപ്പോൾ ഒരു certain assumption, ആ അസംഷൻസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും തമ്മിൽ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ? അങ്ങനെ ഡീവിയേഷൻ ഉണ്ട് എങ്കിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂവിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കൈ സ്ക്വയർ വാല്യൂ റേഞ്ചസ് ഫ്രം 0 to ഇൻഫിനിറ്റി. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് ആണ് കിട്ടുക. ഇറ്റ് ഈസ് 0 when the expected and observed frequencies completely coincide. നമ്മൾ പ്രതീക്ഷിക്കുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത് അതേ കാര്യം തന്നെയാണ് സംഭവിക്കുന്നത് എങ്കിൽ അവിടെ ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ ഹിറ്റ്മാൻ ഇല്ലേ, ഹിറ്റ്മാൻ ആരാണ്? ഹിറ്റ്മാൻ നമ്മുടെ രോഹിത് ശർമ്മ, നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മികച്ച പ്ലെയർ. ഹിറ്റ്മാൻ അടുത്ത 10 ഇന്നിങ്സുകളില് എത്ര വീതം റൺസ് എടുക്കും എന്ന് നമ്മളൊരു പ്രഡിക്ഷൻ നടത്തുന്നു. ഇത് നമ്മുടെ പ്രഡിക്ഷൻ ആണ്, വെറും പ്രഡിക്ഷൻ ആയിരിക്കില്ല. അതിന് തൊട്ട് മുമ്പിലത്തെ ഒരു 10-25 കളികളിൽ എത്ര റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അദ്ദേഹം ഫോമിലാണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പ്രഡിക്ഷൻ നടത്തുക, അല്ലേ? അങ്ങനെ നടത്തിയാലേ നമുക്ക് ഏകദേശം ഒരു കൃത്യമായ രീതിയിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ നമ്മൾ ഇദ്ദേഹത്തിന്റെ നിലവിലുള്ള ഫോം അനുസരിച്ച് അടുത്ത 10 ഇന്നിങ്സുകളിൽ അദ്ദേഹം ഇത്ര വീതം റൺസ് എടുക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നു, എക്സ്പെക്ട് ചെയ്യുന്നു. തിയററ്റിക്കലി നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു 10 മാർക്കുകളല്ല 10 അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് റൺസ്. ഈ റൺസ് നമ്മൾ എഴുതി വെച്ചു. എന്നിട്ട് പിന്നീട് നമ്മൾ ചെക്ക് ചെയ്തു അടുത്ത 10 ഇന്നിങ്സുകളിൽ അദ്ദേഹം ആക്ച്വലി എടുക്കുന്ന എത്രയാണ്. അപ്പോൾ നമ്മളുടെ ഒരു ഏകദേശ കണക്ക് പ്രകാരം അദ്ദേഹം ഒരു 5 ഇന്നിങ്സുകൾക്കിടയിൽ ഒരു സെഞ്ചുറി വീതം അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രഡിക്ഷനൊക്കെ നമ്മളെ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റഡ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഫിക്സ് ചെയ്ത ആ റൺസിൽ ഈ 5 എണ്ണത്തിൽ ഒന്ന് ഒരു സെഞ്ചുറി റൺസ് ആയിട്ടായിരിക്കും നമ്മൾ എഴുതിയിട്ടൊക്കെ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ആക്ച്വലി യഥാർത്ഥത്തിൽ കളി വരുന്ന സമയത്ത് എത്ര റൺസാണ് അദ്ദേഹം ഈ 10 ഇന്നിങ്സുകളിൽ എടുക്കുന്നത് എന്ന് വേറെയും എഴുതി വെക്കുന്നു. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതും ഇദ്ദേഹം എടുത്തതും കറക്റ്റ് ആണ്, സെയിം ആണ് എങ്കിൽ അവിടെ ഡിഫറൻസ് ഉണ്ടോ? യാതൊരു ഡിഫറൻസും ഇല്ല. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 0 ആണ്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതും ഇദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതുമായിട്ട് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ദർ ഈസ് ഡിഫറൻസ്. അപ്പോൾ 0നേക്കാൾ മുകളിലായിരിക്കും, അത് ഇൻഫിനിറ്റി വരെയും പോകാം. ഓക്കെ, സോ ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് കൈ സ്ക്വയർ ഗ്രേറ്റർ ഈസ് ദ ഡിസ്ക്രിപ്പൻസി. അപ്പൊ വേരിയൻസ് ഗ്രേറ്റർ ആവുന്നത് എപ്പോഴാണ്? ഡിസ്ക്രിപ്പൻസി ഗ്രേറ്റർ ആവുന്നത് നമ്മുടെ കൈ സ്ക്വയറിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഈ നമ്മൾ പ്രതീക്ഷിച്ചതും യാഥാർത്ഥ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നല്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഭവിക്കുക മക്കളെ? ഇല്ല. അപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. മാൻ പ്രൊപ്പോസസ്, നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഗോഡ് ഡിസ്പോസസ്, ഗോഡിന്റേതായിട്ടുള്ള ചില യഥാർത്ഥത്തിൽ എന്താണോ സംഭവിക്കേണ്ടത് ആ രീതിയിൽ സംഭവിപ്പിക്കും. അതിനെ എന്താ പറയാ? ഒബ്സർവ്ഡ്, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോ chi-square quantity is used as a test statistic for testing the significance of difference between the observed and theoretical frequencies. ഇപ്പൊ കാര്യം വ്യക്തമായി കാണും. chi-square quantity follows a distribution known as chi-square distribution. ഈ chi-square ക്വാണ്ടിറ്റിയും ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ chi-square ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നു. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒബ്സർവ്ഡും എക്സ്പെക്റ്റും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇനി ഡിഫറൻസ് കൂടുതലാണെങ്കിൽ 0നേക്കാൾ കൂടുതലായിരിക്കും വാല്യൂ. ദർ ഈസ് നോ ഡിഫറൻസ് ആണെങ്കിൽ 0 ആയിരിക്കും, കറക്റ്റ് പെർഫെക്റ്റ് മാച്ചിങ് ആണെങ്കിൽ. ഇത്രയേ ഉള്ളൂ. ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഓക്കെ,
ഇനി ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഇൻ വിച്ച് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫോളോസ് എ chi-square distribution is called the chi-square test. Therefore, chi-square test is a statistical test which tests the significance of difference between observed frequencies and the corresponding theoretical frequencies of a distribution. ഇത് നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി പ്രത്യേകം പറയുന്നുണ്ട്, വിത്തൗട്ട് എനി അസംഷൻ അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ പോപ്പുലേഷൻ. പോപ്പുലേഷന്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് യാതൊരു അസംഷനും ഇല്ല. മനസ്സിലായോ? ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ആണ്. chi-square ടെസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ് ആണ്. ഓക്കെ, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് chi-square ടെസ്റ്റ്. chi-square ടെസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമത്തത്, ഇറ്റ് ഈസ് എ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്. അസംഷൻസ് അബൌട്ട് ദ ഫോം ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓർ ഇറ്റ്സ് പാരാമീറ്റേഴ്സ് ഈസ് നോട്ട് റിക്വയർഡ്. നമുക്ക് പോപ്പുലേഷൻ പാരാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആവശ്യമോ അല്ലെങ്കിൽ അസംഷൻ അബൌട്ട് ദ ഫോം ഓഫ് ഡിസ്ട്രിബ്യൂഷനോ നമുക്ക് ആവശ്യമില്ല. ഇത് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ആയതുകൊണ്ട് ഏത് ഫോം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ലോ? ഇല്ല. ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ എനി ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. പോപ്പുലേഷന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏത് ടൈപ്പ് ആയിക്കോട്ടെ, ഇത് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ആയതുകൊണ്ട് നമ്മൾ ആ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. അതേത് ടൈപ്പോ ആയിക്കോട്ടെ, നമ്മൾക്ക് ഇത് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ് ആണ്. പോപ്പുലേഷൻ ഏത് ടൈപ്പിലുള്ളതായാലും അതിന്റെ പാരാമീറ്റേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ് ആണ്. ഇതിന്റെ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ബോധേഡ് അല്ല. അപ്പോൾ ഏത് സാഹചര്യത്തിലും ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത. ക്ലിയർ ആണല്ലോ? അതായത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എനി ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ദെൻ ഇറ്റ് അനലൈസസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സെറ്റ് ഓഫ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ആൻഡ് എ സെറ്റ് ഓഫ് കറസ്പോണ്ടിങ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. ഇത് അനലൈസ് ചെയ്യുന്നു. എന്ത്? ഒരു കൂട്ടം ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസിനും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതേ കാര്യത്തിന്റെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു രോഹിത് ശർമ്മേന്റെ നമ്മൾ 10 ഇന്നിങ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അടുത്ത 10 ഇന്നിങ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന റൺസ്, അത് നമ്മള് വിരാട് കോഹ്ലി എടുത്ത റൺസുമായിട്ടല്ലല്ലോ കമ്പയർ ചെയ്യേണ്ടത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് രോഹിത് ശർമ്മേന്റെ ഇന്നിങ്സും യാഥാർത്ഥ്യം വിരാട് കോഹ്ലിന്റെ 10 ഇന്നിങ്സും അത് ആക്ച്വലി സംഭവിച്ചത്, ഇത് രണ്ടും കമ്പയർ ചെയ്തതിനെ കൊണ്ട് എന്തെങ്കിലും ഡിഫറൻസ് നമുക്ക് കിട്ടുമോ? നമ്മുടെ പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഡിഫറൻസ് കിട്ടുമോ? ഇല്ല. അപ്പോൾ അതിന്റെ തന്നെ കറസ്പോണ്ടിങ് ആയിരിക്കണം. അതായത് രോഹിത് ശർമ്മയുടെ തന്നെ 10 ഇന്നിങ്സിലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അതും രോഹിത് ശർമ്മയുടെ തന്നെ യഥാർത്ഥത്തില് നെക്സ്റ്റ് 10 ഇന്നിങ്സിൽ അദ്ദേഹം എടുത്തിട്ടുള്ള, അതായത് ഒബ്സർവ്ഡ് ആക്ച്വലി ഹാപ്പൻഡ് തമ്മിലായിരിക്കണം നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ആ ഡിഫറൻസ്, സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് യാഥാർത്ഥ്യവും പ്രതീക്ഷയും തമ്മിൽ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യൂസേഴ്സ് ഓഫ് chi-square ടെസ്റ്റ്. chi-square ടെസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ, ആപ്ലിക്കേഷൻസ് ഓഫ് chi-square ടെസ്റ്റ് എന്നും എക്സാമിന് ചോദിക്കാം. ഇത് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ പ്രോബ്ലംസ്. അപ്പോൾ ഒന്നാമത്തെ യൂസേഴ്സ് ഓഫ് chi-square ടെസ്റ്റിലെ ഫസ്റ്റ് വൺ, യൂസ്ഫുൾ ഫോർ ദ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. എന്താണ് ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്? chi-square ടെസ്റ്റ് as a test of goodness of fit. എന്താണ് ഇത്? chi-square test can be used to ascertain how well theoretical distributions fit the data. chi-square test can be used to ascertain how well theoretical distributions fit the data. We can test whether there is goodness of fit between the observed frequencies and expected frequencies. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന എന്താണ്? ഹൗ വെൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് ഫിറ്റ് ദ ഡാറ്റ. നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കുമല്ലോ ആദ്യത്തത്. നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, പിന്നെയാണ് യാഥാർത്ഥ്യം സംഭവിക്കുന്നത്. അപ്പൊ ഈ യാഥാർത്ഥ്യം നമ്മൾ പ്രതീക്ഷിച്ച ഡിസ്ട്രിബ്യൂഷൻ, അതാണ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അതിനോട് എത്രത്തോളം ഫിറ്റ് ആകുന്നു, അതിന് എത്രത്തോളം സ്യൂട്ട് ആകുന്നു, ഇതാണ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ തന്നെ അത്ര തന്നെ ആണെങ്കിൽ അത് ഫിറ്റ് ആണ്, എക്സാക്ട്ലി ഫിറ്റ് ആണ്. നമ്മൾ ആദ്യമേ ഒരു ഷർട്ട് അടിച്ചു വെച്ചു, എന്നിട്ട് ആ ഷർട്ടിലേക്ക് ഇത് ധരിക്കുന്ന ആൾക്ക് ഫിറ്റ് ആകുമോ എന്നാണ്, അതായത് യഥാർത്ഥത്തിൽ വന്നിട്ട് ആരാണോ ഇത് ടെസ്റ്റ് ചെയ്യുന്നത് അയാൾക്ക് ഫിറ്റ് ആകുമോ എന്ന്. അതുപോലെയാണ് ഇത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാറ്റർ നമ്മൾ എക്സ്പെക്ട്, ഇപ്പം ഉദാഹരണത്തിന് അടുത്ത 7 ദിവസങ്ങളിൽ കണ്ണൂർ ടൗണിൽ നടക്കാൻ സാധ്യതയുള്ള ആക്സിഡന്റുകളുടെ എണ്ണം കൃത്യമായിട്ട് ഓരോ ദിവസത്തെയും നമ്മൾ പ്രീവിയസ് ഹിസ്റ്ററി അനലൈസ് ചെയ്തിട്ടാണ് ഇത് പ്രെഡിക്റ്റ് ചെയ്യുക. വെറുതെ അങ്ങ് പ്രെഡിക്റ്റ് ചെയ്തിട്ട് നാളെ 10 മറ്റന്നാൾ 5 അങ്ങനെ പറയല്ല ചെയ്യുക. നമുക്ക് ഒരു പ്രഡിക്ഷന് സയന്റിഫിക് ആയിട്ടുള്ള ഒരു വശമുണ്ടായിരിക്കണം.
ഒരു സൈഡ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്ത ഫ്രീക്വൻസിന്റെ ഉള്ളിലേക്ക്, ആ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഒറിജിനൽ ഡാറ്റ ഫിറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തെ നോക്കാം. യൂസ്ഫുൾ ഫോർ ദ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ്. ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്, ക്വാളിറ്റീസ് ആണ്, ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആണ്. Chi-square ടെസ്റ്റിനെ തന്നെ പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് എന്നാണ്. യൂസ്ഫുൾ ഫോർ ദ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സിന്റെ ക്വാളിറ്റിയുടെ ഇൻഡിപെൻഡൻസ്, അത് ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ് മറക്കരുത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് Chi-square ടെസ്റ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് വെദർ ടു ആട്രിബ്യൂട്ട്സ് ആർ അസോസിയേറ്റഡ് ഓർ നോട്ട്. അതായത് ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുകയാണോ അല്ലയോ എന്നാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഒരു ആട്രിബ്യൂട്ട് മറ്റൊരു ആട്രിബ്യൂട്ടുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, അസോസിയേറ്റ് ചെയ്യുന്നുണ്ടോ, അതുമായിട്ട് തന്നെ ചേർന്ന് നിൽക്കുന്നതാണോ ഇത്, അതിൽ മാറ്റം വരുമ്പോൾ ഇതിലും മാറ്റം വരുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അടുത്തത് യൂസ്ഫുൾ ഫോർ ടെസ്റ്റിംഗ് ഹോമോജിനിറ്റി, അതായത് ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റി. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒന്ന് ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ്, ഒന്ന് ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, അടുത്തത് ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ആർ കൺസേൺഡ് വിത്ത് ദ പ്രോബ്ലം ഓഫ് വെദർ വൺ ആട്രിബ്യൂട്ട് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് അനദർ. ഒരു ക്വാളിറ്റി മറ്റൊരു ക്വാളിറ്റിയുമായിട്ട് ഇൻഡിപെൻഡന്റ് ആണോ, ഒന്നിൽ മാറ്റം വരുമ്പോൾ മറ്റൊന്നിൽ മാറ്റം വരുമോ. ഇപ്പോൾ ഉദാഹരണത്തിന് കുറെ ആൾക്ക് നമുക്കിപ്പം വാക്സിൻ എടുക്കുന്നുണ്ട്, വാക്സിൻ എടുത്ത ആൾക്കും രോഗം വരുന്നതും കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ വാക്സിനും ഈ രോഗത്തിന്റെ വരവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വാക്സിൻ എടുത്ത ആൾക്കും രോഗം വരുന്നുണ്ടെങ്കിൽ വാക്സിൻ എടുക്കലും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും അല്ലെ. എല്ലാവർക്കും വാക്സിൻ എടുത്ത എല്ലാവർക്കും രോഗം വരുന്നുണ്ട്, വാക്സിൻ എടുക്കലും ഈ രോഗത്തിന്റെ വരവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്നുമില്ല. വാക്സിൻ എടുത്ത കുറെ പേർക്ക് വരുന്നില്ല എങ്കിലോ, അപ്പോൾ നമുക്ക് ഇത് തമ്മിലൊരു ബന്ധമുണ്ട്, പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. വാക്സിൻ എടുത്തവർക്ക് വരുന്നില്ല, അല്ലെങ്കിൽ വളരെ പരിമിതമായി മാത്രമേ വരുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, വൈൽ ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റി, അതാണ് ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസിന്റെ കാര്യത്തിൽ. എന്നാൽ അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഇവിടെയും. ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റിയിൽ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് ദീസ് ആർ കൺസേൺഡ് വിത്ത് വെദർ ഡിഫറന്റ് സാമ്പിൾസ് കം ഫ്രം ദ സെയിം പോപ്പുലേഷൻ. ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ സിമിലാരിറ്റി, സെയിം എന്നുള്ളതാണ് അല്ലെ. ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള എന്നല്ലേ അർത്ഥം. അപ്പോൾ സാമ്പിൾസ് കം ഫ്രം ദ സെയിം പോപ്പുലേഷൻ ഓർ നോട്ട്, അതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ എടുത്ത സാമ്പിൾസ്, നമുക്കൊരു 10 സാമ്പിൾ കിട്ടി. ഈ 10 സാമ്പിളും നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു ഇതെല്ലാം ഒരേ പോപ്പുലേഷനിൽ നിന്നെടുത്ത സാമ്പിൾസ് ആണ്. അപ്പോൾ പോപ്പുലേഷന്റെ അതേ ക്വാളിറ്റി സാമ്പിളിനുണ്ടെങ്കിൽ ആ പോപ്പുലേഷനിൽ നിന്നെടുത്താണ് സാമ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ. ഇപ്പം ഒരേ മരത്തിൽ നിന്ന് പറിച്ച മാങ്ങകൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ, മനസ്സിലായോ? നമുക്ക് കുറെ മാങ്ങകൾ കിട്ടി, അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്ത് ഇതെല്ലാം ഇന്ന മാങ്ങയാണ്, അപ്പോൾ ഇതെല്ലാം ഇന്ന മാവിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറയുന്നത് പോലെയാണ്. സാമ്പിൾ കം ഫ്രം ദ സെയിം പോപ്പുലേഷൻ. ഓക്കെ, അടുത്തത് യൂസ്ഫുൾ ഫോർ ടെസ്റ്റിംഗ് ഗിവൺ പോപ്പുലേഷൻ വേരിയൻസ്. അപ്പോൾ ടെസ്റ്റ് ഓഫ് പോപ്പുലേഷൻ വേരിയൻസ് ഇത് അധികം കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ട് ഇല്ലാത്ത, അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗത്തിൽ ഇല്ലാത്ത ടെസ്റ്റ് ആണ്. ആദ്യം പറഞ്ഞ 3 മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. യൂസ്ഫുൾ ഫോർ ടെസ്റ്റിംഗ് ഗിവൺ പോപ്പുലേഷൻ വേരിയൻസ് ആണ് നാലാമത്തത്. അപ്പോൾ Chi-square test can be used for testing whether the given population variance is acceptable on the basis of samples drawn from that population. അതായത് ഈ വേരിയൻസ്, ഗിവൺ പോപ്പുലേഷൻ വേരിയൻസ് ഈസ് ആക്സെപ്റ്റബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, എന്താണ് വെദർ ദ ഗിവൺ പോപ്പുലേഷൻ വേരിയൻസ് ഈസ് ആക്സെപ്റ്റബിൾ. ഈ വേരിയൻസ് ആക്സെപ്റ്റബിൾ ആണ്. ഗിവൺ പോപ്പുലേഷൻ വേരിയൻസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ആക്സെപ്റ്റബിൾ ആണെന്ന് പറയുന്നത്? സാമ്പിൾസ് ഡ്രോൺ ഫ്രം ദാറ്റ് പോപ്പുലേഷൻ, സെയിം പോപ്പുലേഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നതുകൊണ്ട് വേരിയൻസ് സ്വാഭാവികമാണ് എന്നുള്ളതാണ്. അത് നാച്ചുറൽ ആയിട്ടുള്ള വേരിയൻസ് മാത്രമാണ് എന്നാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ടെസ്റ്റിംഗ് ഗിവൺ പോപ്പുലേഷൻ വേരിയൻസ്, ആ വേരിയൻസ് നമുക്ക് ആക്സെപ്റ്റബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, ഇതാണല്ലോ നമ്മുടെ ഒന്നാമത്തെ ടെസ്റ്റ്. ഇത് പഠിക്കണം അല്ലേ? എങ്ങനെയാ പഠിക്കുന്നത്? If we have a set of frequencies of a distribution obtained by an experiment, and if we are interested in knowing whether these frequencies are consistent with those which may be obtained based on some theory or hypothesis, then we can use Chi-square test of goodness of fit for the purpose. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ. ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ
പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അത് സയന്റിഫിക്കലി പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ കാര്യങ്ങൾ അതിന് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുക, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്നാണ് പറയുക. അങ്ങനെ തിയററ്റിക്കൽ ഫ്രീക്വൻസിയും അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും ആക്ച്വൽ ഫ്രീക്വൻസി, അതായത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും തമ്മിൽ ഫിറ്റ് ആവുന്നുണ്ടോ, അപ്പോൾ യാഥാർത്ഥ്യം പ്രതീക്ഷയിലേക്ക് ഫിറ്റ് ആവുന്നുണ്ടോ എന്ന്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ സംഭവിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. അപ്പോൾ കൈ-സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റിന്റെ പ്രൊസീജിയർ ആണ് അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ പ്രൊസീജിയറിലെ ആദ്യത്തെ സ്റ്റെപ്പ് H0, അതായത് നൾ ഹൈപ്പോത്തിസിസ്. നമ്മൾ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, അതായത് ഈ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ദർ ഈസ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്നതായിരിക്കും നമ്മുടെ പ്രതീക്ഷ. അതായത് നമ്മുടെ പ്രതീക്ഷിക്കുന്ന തിയററ്റിക്കൽ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. അതായത് നമ്മുടെ ഫ്രീക്വൻസീസ് പരസ്പരം ഫിറ്റ് ആണ് എന്നുള്ളത്, നമ്മുടെ പ്രതീക്ഷ തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അതാണ് നമ്മുടെ H0, നൾ ഹൈപ്പോത്തിസിസ്. നമ്മുടെ അസംഷൻ അതാണ്. ഓക്കെ, പിന്നെ ആൾട്ടർനേറ്റ് അസംഷൻ ഉണ്ടാവും H1, അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത്. നമ്മളെ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, ദർ ഈസ് നോ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് എന്നതായിരിക്കും ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്, അതായത് H1. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കമ്പ്യൂട്ട് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്, അതായത് കൈ-സ്ക്വയർ ക്വാണ്ടിറ്റി വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കൈ-സ്ക്വയർ ക്വാണ്ടിറ്റി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇക്വേഷൻ ആവശ്യമാണ്, നമുക്കറിയാം. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്: കൈ-സ്ക്വയർ ഈക്വൽ ടു സിഗ്മ O മൈനസ് ഇ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. O മൈനസ് ഇ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇയുടെ സിഗ്മ, അതാണ് കൈ-സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് അതിനുള്ള ഇക്വേഷൻ. ഇവിടെ O എന്താണ് ഇ എന്താണെന്നുള്ളൊരു സംശയം നമുക്ക് ഉണ്ടാവില്ല, കാരണം നമ്മൾ O എന്താണെന്നും ഇ എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു. O സ്റ്റാൻഡ്സ് ഫോർ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ്, O സ്റ്റാൻഡ്സ് ഫോർ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ആൻഡ് ഇ സ്റ്റാൻഡ്സ് ഫോർ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. ആദ്യത്തത് യാഥാർത്ഥ്യവും രണ്ടാമത്തത് പ്രതീക്ഷയും, അല്ലേ? അതാണ്. ഇനി ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ആർ അവൈലബിൾ ഇൻ എ ഗിവൺ പ്രോബ്ലം. നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിന്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ചിലപ്പോൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ രണ്ടും തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം കാണണം. ദാറ്റ്സ് ഈക്വൽ ടു n-r-1 എന്നുള്ളതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. നമുക്ക് എത്ര ഫ്രീഡം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സാധാരണ n-1 ആണ് ഉണ്ടാവാറ്, പക്ഷെ ഇവിടെ n-r-1 ആണ്. അപ്പോൾ എന്താണ് r? Where r is the number of independent constraints to be satisfied by the frequencies. For a frequency distribution, r is the number of parameters computed from the data. നമ്മൾ ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ എത്ര പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ആ പാരാമീറ്റേഴ്സിന്റെ എണ്ണത്തിനെയാണ് r എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, r is the number of independent constraints. നമ്മുടെ ഇൻഡിപെൻഡന്റ് കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡാറ്റ ഇപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെയോ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചില വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏതൊക്കെയാണ്? ഇപ്പം അരിത്തമെറ്റിക് മീൻ കാണുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോറിലേഷൻ എന്തെങ്കിലും അങ്ങനെയുള്ള വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വരിക. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ പാരാമീറ്റേഴ്സിന്റെ എണ്ണം ഏതൊക്കെയാണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമാണ് നമ്മുടെ ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതുപോലെ. അപ്പോൾ അത് എത്ര എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും നമ്മുടെ ഇൻഡിപെൻഡന്റ് കൺസ്ട്രെയിൻസ് ആണത്. അതുകൊണ്ട് അതിനെ നമ്മൾ കുറച്ച് കളയുന്നു, ആ എണ്ണത്തിനെ. ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവാം, എന്തോ ആവാം. അപ്പോൾ അതാണ് r. അപ്പോൾ n-r-1. r is the number of parameters computed from the data. ഡാറ്റയിൽ നിന്ന്, നമുക്ക് തന്ന ഡാറ്റയിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന പാരാമീറ്റേഴ്സിന്റെ എണ്ണം, അതാണ് r. n is the number of frequencies to be compared. കമ്പയർ ചെയ്യേണ്ട ഫ്രീക്വൻസീസിന്റെ എണ്ണമാണ് n. ഓക്കെ, ഇനി അടുത്തത് ഒബ്റ്റെയിൻ ദ ടേബിൾ വാല്യൂ. അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക, കൈ-സ്ക്വയറിന്റെ ടേബിൾ വാല്യൂ ഫോർ ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. നമ്മൾ ഈ പറഞ്ഞ n-r-1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ കൈ-സ്ക്വയറിന്റെ ടേബിൾ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫോർ ദ ഡിസയേർഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. നമ്മൾ ആഗ്രഹിക്കുന്ന ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, അത് 0.5 ആവാം, അല്ലെങ്കിൽ
5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആവാം, അല്ലെങ്കിൽ 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആവാം. അത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇനി അഥവാ പറഞ്ഞിട്ടില്ല എങ്കിൽ നോർമലി നമ്മൾ എടുക്കുന്നത് 5% ആണ്. അപ്പൊ ആൽഫ എന്നാണ് പറയുക ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇനി കാൽക്കുലേറ്റ് ചെയ്തു, കൈ സ്ക്വയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു, ടേബിൾ വാല്യൂ കണ്ടു. ഇനി ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് കൈ സ്ക്വയർ ഈസ് ന്യൂമറിക്കലി ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ, വി കൺക്ലൂഡ് ദാറ്റ് ദർ ഈസ് ഗുഡ്നെസ് ഓഫ് ഇറ്റ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ന്യൂമറിക്കലി, അതായത് കൈ സ്ക്വയറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ന്യൂമറിക്കലി ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യും. ദർ ഈസ് ഗുഡ്നെസ് ഓഫ് ഇറ്റ്. നമ്മുടെ അസംഷൻ ശരിയാണ്, അവിടെ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഉണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ തിയററ്റിക്കൽ ഫ്രീക്വൻസിയോട് ഫിറ്റ് ചെയ്യുന്നുണ്ട് ആര്? ആക്ച്വൽ ഫ്രീക്വൻസി അല്ലേ? അതാണ് ഇതിന്റെ പ്രൊസീജിയർ. ഇനി കണ്ടീഷൻസ് ഫോർ അപ്ലൈയിങ് കൈ സ്ക്വയർ ടെസ്റ്റ്. കൈ സ്ക്വയർ ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്: ദ ടോട്ടൽ ഫ്രീക്വൻസീസിന്റെ എണ്ണം ഇറ്റ് മസ്റ്റ് ബി റീസണബിളി ലാർജ്, സേ അറ്റ്ലീസ്റ്റ് 50. അതായത് വളരെ കുറഞ്ഞു പോകാൻ പാടില്ല, അറ്റ്ലീസ്റ്റ് 50 ആയിരിക്കണം ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് ആണ്. അപ്പൊ അതിൽ കൂടുതലായാലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് 50 എങ്കിലും ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താണ്? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയുടെ കാര്യമാണെന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓഫ് ലെസ് ദാൻ 5 ഈസ് പൂൾഡ് ടുഗദർ വിത്ത് ദ preceding or succeeding frequency so that no expected frequency is less than 5. ഇതിങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും, പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. ഒന്നുമില്ല, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫ്രീക്വൻസി 1 2 കരുതുക, അല്ലെങ്കിൽ അടുത്തത് 3. അപ്പോൾ 2 3 ഇത് ഈ 2 എണ്ണവും 5 കുറവാണല്ലോ. അപ്പൊ ഇതിന് 2 ഒരുമിച്ച് ചേർത്തിട്ട് നമ്മൾ 5 ആക്കും, 2 3 5 ആക്കും. അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി 1, അടുത്ത ഫ്രീക്വൻസി 4 അല്ലെങ്കിൽ 2 ആണെന്ന് കരുതുക. അപ്പോൾ 1 2 നമ്മൾ കൂട്ടിയിട്ട് 3 ആക്കും, എന്നാലും പറ്റില്ല. അപ്പൊ 5 കുറവാകാൻ പാടില്ല എന്നുള്ളത് അടുത്തതുമായിട്ട് വീണ്ടും കൂട്ടും. അങ്ങനെ എപ്പോഴാണോ ഇത് 5 ആവുന്നത് അല്ലെങ്കിൽ 5 കൂടുതലാവുന്നത് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അതിനെ അത്തരത്തിലുള്ളതിനെല്ലാം ഒരുമിച്ച് ഒരു ബാസ്ക്കറ്റിലേക്ക് ഒറ്റ ഒരു ഫ്രീക്വൻസി ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ 5 കുറവുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എല്ലാം നമ്മൾ ഒരുമിച്ച് ചേർത്തിട്ട് ഒറ്റ ഒന്നാക്കി മാറ്റും. എങ്ങനെയാണ് ഇത് ഒരുമിച്ച് ചേർക്കുന്നത്? തൊട്ട് മുമ്പിലെത്തതോ പിന്നിലെത്തതോ ആയിട്ടുള്ള ഫ്രീക്വൻസിയുമായിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഒരിക്കലും ലെസ് ദാൻ 5 ആവാൻ പാടില്ല, 5 അതിൽ കൂടുതലോ ആവാം എന്നർത്ഥം. അപ്പോൾ then the degree of freedom is based on the resulting number of frequencies. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം മാറും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന നമുക്ക് നമ്മുടെ ഫ്രീഡം. ഇപ്പം 5 ഡാറ്റയാണ് ഉള്ളത് എങ്കിൽ, 5 എണ്ണമാണ് ഉള്ളത് കമ്പയർ ചെയ്യുന്ന ജോഡികൾ എങ്കിൽ, ആ 5 മൈനസ് R-1 ആണ് നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇവിടെ ആ 5 എണ്ണത്തിന്റെ അകത്തെ 2 എണ്ണം 5 കുറവായിട്ടുള്ളതാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ 2 എണ്ണത്തിന് ഒരുമിച്ച് ചേർത്തിട്ട് 5 അതിൽ കൂടുതലോ ഉള്ളതാക്കി മാറ്റും. അപ്പൊ നമ്മുടെ ടോട്ടൽ ഡാറ്റ 5 നിന്ന് 4 ആയിട്ട് ചുരുങ്ങും. അങ്ങനെ ചുരുങ്ങുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം അതിനനുസരിച്ച് മാറും എന്നർത്ഥം. പ്രോബ്ലം ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, എളുപ്പമാണ്. നമുക്ക് അടുത്ത കണ്ടീഷൻ ഏതാന്ന് നോക്കാം. ദ ഡിസ്ട്രിബ്യൂഷൻ ഷുഡ് നോട്ട് ബി ഓഫ് പ്രൊപ്പോർഷൻസ് ഓർ പെർസെന്റേജസ്, ഇറ്റ് ഷുഡ് ബി ഓഫ് ഒറിജിനൽ യൂണിറ്റ്സ്. ഡിസ്ട്രിബ്യൂഷൻ എന്താവാൻ പാടില്ല? ഷുഡ് നോട്ട് ബി ഓഫ് പ്രൊപ്പോർഷൻ അനുപാതം അതും ആവാൻ പാടില്ല, പെർസെന്റേജ് ശതമാനം ഇതും ആവാൻ പാടില്ല. എന്തായിരിക്കണം? ഒറിജിനൽ ക്വാണ്ടിറ്റീസ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഓഫ് ഒറിജിനൽ യൂണിറ്റ്സ്. അപ്പൊ ഇത്രയാണ് കണ്ടീഷൻസ് ഫോർ അപ്ലൈയിങ് കൈ സ്ക്വയർ ടെസ്റ്റ്. ഒന്ന്, അറ്റ്ലീസ്റ്റ് 50 ആയിരിക്കണം ടോട്ടൽ ഫ്രീക്വൻസീസ്. രണ്ടാമത്തത്, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി 5 കുറവുണ്ടെങ്കിൽ നമ്മൾ അത് തൊട്ടടുത്തതുമായിട്ട് കൂട്ടിയിട്ട് 5 അതിൽ കൂടുതലോ ആക്കി മാറ്റും. അതിനനുസരിച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡവും മാറും. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഷുഡ് നോട്ട് ബി ഓഫ് പ്രൊപ്പോർഷൻസ് ഓർ പെർസെന്റേജസ്, ഇറ്റ് ഷുഡ് ബി ഒറിജിനൽ യൂണിറ്റ്സ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് കൈ സ്ക്വയർ ടെസ്റ്റിന്റെ കണ്ടീഷൻസ്. ഇനി റൂൾ ഫോർ ആക്സെപ്റ്റിംഗ് ഓർ റിജക്റ്റിംഗ് ദ നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ കാര്യമാണ്, എങ്കിലും ഒന്നുകൂടി പറയാം. റൂൾ ടു ആക്സെപ്റ്റ് ഓർ റിജക്ട് ദ നൾ ഹൈപ്പോത്തിസിസ്, ദാറ്റ് ഈസ് H0. H0നെ ആക്സെപ്റ്റ് ചെയ്യുകയോ റിജക്ട് ചെയ്യുകയോ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതാണ് അതിന്റെ റൂൾ. ഇഫ് കാൽക്കുലേറ്റഡ് വാല്യൂ, അതായത് കൈ സ്ക്വയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത് ഈസ് ലെസ് ദാൻ ടേബിൾ വാല്യൂ, then we accept the H0. ഇനി if calculated value is greater than table value, അത് നേരെ ഓപ്പോസിറ്റ്, അന്നേരം നമ്മൾ റിജക്ട് ചെയ്യും. കാൽക്കുലേറ്റഡ് വാല്യൂ ചെറുതാണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, കാൽക്കുലേറ്റഡ് വാല്യൂ വലുതാണ് എങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യും. നമുക്ക് കാൽക്കുലേറ്റഡ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ഓർമ്മിക്കാം, അല്ലെങ്കിൽ ടേബിൾ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ഓർമ്മിക്കാം. നമുക്ക് ടേബിളിനെ ഓർമ്മിക്കാം അല്ലെ. ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മേശ. മേശ അല്ലെ, അത് നമുക്ക് അങ്ങനെ ഓർക്കാം വെറുതെ തമാശക്ക്. ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മേശ. ഈ മേശ വലുതാണെങ്കിലല്ലേ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ നല്ലത്.
കാരണം വലിയ മേശയാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ടേബിൾ വലുതാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു, ടേബിൾ ചെറുതാണെങ്കിൽ നമ്മൾ ഒഴിവാക്കി കളയും, റിജക്ട് ചെയ്ത് കളയും. അപ്പോൾ ഇങ്ങനെ ഓർമ്മിക്കാം. ഇഫ് ടേബിൾ വാല്യൂ ഇസ് ഗ്രേറ്റർ ദെൻ ആക്സെപ്റ്റ് ദ H0. ഇഫ് ടേബിൾ വാല്യൂ ഇസ് സ്മോളർ ദെൻ റിജക്ട് ദ H0. ഒന്നിനെ ബേസ് ചെയ്തിട്ട് ഓർത്താൽ നമുക്ക് പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അധികം ആൾക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. ഇഫ് ടേബിൾ വാല്യൂ ഇസ് ഗ്രേറ്റർ ദെൻ ആണോ, അല്ല ഇഫ് കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദെൻ ആണോ, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഒറ്റ ഒന്ന് മാത്രം ഓർക്കുക. നമുക്ക് ഇപ്പോൾ ഓർക്കാനുള്ളത് ഇതാണ്. മേശ വലുതാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും, മേശ ചെറുതാണെങ്കിൽ റിജക്ട് ചെയ്യും. കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോ നമ്മുടെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഇല്ലേ, chi² വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, ഇതാണ് ആ ഇക്വേഷൻ. ഇത് തന്നെയാണോ? O-E² ഡിവൈഡഡ് ബൈ, അല്ലേ? നോക്കുക, chi² ഈക്വൽ ടു സിഗ്മ O-E² ഡിവൈഡഡ് ബൈ E. ഇതും അങ്ങനെ തന്നെയാണല്ലോ, സിഗ്മ O-E² ഡിവൈഡഡ് ബൈ E. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഉണ്ട്, എന്തോ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. ഇതിൽ ഏതാണ് നമ്മൾ ശരിയായ ഇക്വേഷൻ? ഞാനൊരു ക്ലൂ തരാം. ഇതാ നോക്കൂ, ഏതാണ് ശരിയായ ഇക്വേഷൻ? ഒന്ന് പച്ച ലൈറ്റ് ആണ് കത്തിയിട്ടുള്ളത്, ഒന്ന് ചുവന്ന ലൈറ്റ് ആണ്, അല്ലേ? അപ്പൊ പച്ച ലൈറ്റ് ആയിരിക്കില്ലേ ശരി? യെസ്, ഫസ്റ്റ് വൺ ഈസ് ദ റൈറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് റോങ്. സോ നമ്മുടെ ശരിയായ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ദ chi² വാല്യൂ ഈസ് സിഗ്മ O-E² ഡിവൈഡഡ് ബൈ E. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. O-E² ഡിവൈഡഡ് ബൈ E കണ്ടതിന് ശേഷം, അതിന്റെ എല്ലാറ്റിന്റെയും കണ്ടതിന് ശേഷം അതിന്റെ ഒക്കെയും സിഗ്മയാണ് എടുക്കേണ്ടത്. ഇവിടെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. സിഗ്മ O-E² ആദ്യം കണ്ടിട്ട് O-E² സിഗ്മ കണ്ടതിന് ശേഷമാണ് E കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അത് തെറ്റാണ്. അപ്പൊ ഈ ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഈ ബ്രാക്കറ്റ് മുഴുവനായിട്ടും ഇടുന്നതാണ് നല്ലത്. അതായത് O-E² ഡിവൈഡ് ബൈ Eക്ക് കോമൺ ആയിട്ടാണ് ഈ ബ്രാക്കറ്റ്, അതിന്റെ സിഗ്മയാണ് നമ്മൾ കാണുന്നത് എന്നർത്ഥം. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് chi² ടെസ്റ്റിനെ കുറിച്ച് തിയററ്റിക്കലി പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മളൊരു പ്രോബ്ലം ചെയ്തുകൊണ്ടായിരിക്കും തുടങ്ങുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണ് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്, ഷെയറിംഗ്, കെയറിംഗ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ നെക്സ്റ്റ് ടെക്സ് അക്കാദമി, an academy for next generation education.